മിനി മിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മിനി ഇവിടെ വന്ന കാലം തൊട്ട്, അതായത് ഞാനും മിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒപ്പം ഒരേ സബ്ജക്റ്റ് ആണെന്നുള്ളതിലുപരി ഒരേ നാട്, അടുത്തുള്ള വീട്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 വീലറാണ് എല്ലാവിടെയും യാത്രയൊക്കെ ചെയ്യുക. അപ്പോൾ ആദ്യം തുടക്കകാലത്ത്, അപ്പൊ ആ സമയത്ത് എൻ്റെ 2 വീലറിൽ സ്ഥിരം എൻ്റെ ബാക്കിലുള്ള ഒരാളായിരുന്നു മിനി. അപ്പൊ സുകുമാരമാഷ് ചോദിക്കുകയായിരുന്നു, മിനി ടീച്ചർക്ക് ഒരു വണ്ടി പഠിച്ചുകൂടെ, എന്ന് ഈ ബാക്കിൽ കയറി ഇരിക്കണമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് അതൊരു വളരെ സന്തോഷമുള്ള ഒരു സമയമായിരുന്നു. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, വളരെയധികം മിസ് ചെയ്യുന്ന ഇപ്പോൾ ഞാൻ മിസ് ചെയ്യുന്ന ഒരു സമയമാണ് അതൊക്കെ. അതായത് വാല്യുവേഷൻ ക്യാമ്പിലേക്ക് മൊയൻസിലും മെഷീനിലും അതുപോലെ പട്ടാമ്പിയിലും എവിടെ പോവുകയാണെങ്കിലും ഞങ്ങൾ ആ ഒരു ടീം അങ്ങനെ ഒന്നിച്ചായിരുന്നു എന്നും. ഫിസിക്കൽ സയൻസ് മൊത്തം അങ്ങനെയാണ്. ഒപ്പം മിനി ഇല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടേ ഇല്ല. മിനി ഇവിടെ നിന്ന് സ്കൂളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്നുള്ളതൊരു വല്ലാതെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട്, അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞ റിട്ടയർമെന്റ് വർഷമാണ്. പലപ്പോഴും റിട്ടയർമെന്റ് വർഷത്തിൽ നമ്മൾ ഒരുപാട് ഒഴിവുകളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ ഈ വർഷം ഏറ്റവും കൂടുതൽ മിനിയെ ഞാൻ പണിയെടുപ്പിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് പല പല കാര്യങ്ങൾ കൊണ്ടും മിനി അത് ഡെഡിക്കേഷനോടുകൂടി തന്നെ ചെയ്യും. എനിക്കത് ഒഴിവാക്കാൻ യാതൊരു താല്പര്യമില്ല. ക്ലാസ് ചാർജ് ഒഴിവാക്കിയില്ല, ക്ലാസ് ചാർജ് വേണമെന്ന് പറഞ്ഞു. അതുപോലെ കൂടെയുള്ള ഒരു ടീച്ചറുടെ വിഷമം, ആ ടീച്ചർ വരാതായപ്പോൾ കംപ്ലീറ്റ് അതിന്റെ ചുമതല ഏറ്റെടുത്തു, 10th ചുമതല ഏറ്റെടുത്തു. അപ്പോൾ ഇനി എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പൊ ഞാൻ മാക്സിമം ചെയ്യും എന്നുള്ള ഒരു ചിന്താഗതിയാണ്. ശരിക്കും ഇനി വരുന്ന ഒരു ജനറേഷൻ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് മിനിയുടെ ഈ ഒരു പ്രവർത്തന രീതി. ഞാൻ വല്ലാതെ മിസ് ചെയ്യും മിനിനെ. പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പഠിച്ചില്ല അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന എന്താണ്, മാക്സിമം നന്നായിട്ട് എന്ത് ചെയ്യാം, പഠിക്കണം. 2 കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. എന്തൊക്കെയാണ്? 3 കാര്യങ്ങൾ ചെയ്യാനുള്ളൂ അല്ലെ? എന്തൊക്കെയാ ചെയ്യാൻ? പഠിക്കണം, കളിക്കണം, ഭക്ഷണം കഴിക്കണം, അവരുടെ ആരോഗ്യം നോക്കണം അല്ലേ? ആരോഗ്യം കൂടെ നോക്കണ്ടേ? ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്ത ഒരാളാണ് മിനി ടീച്ചർ. ടീച്ചർ ആ സമയത്തും ഇപ്പോഴും വളരെയധികം സൈലൻ്റായി മാത്രമേ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ലാസ്റ്റ് ആകുമ്പോൾ ടീച്ചർ കുറച്ചുകൂടി ബോൾഡായി കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് നടത്തുന്ന രീതിയിലേക്ക് മാറി. അതായത് ലിറ്റിൽ കൈറ്റ്സ്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, ഇതെല്ലാം വളരെ ഭംഗിയായി ടീച്ചറുടെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിൽ നടന്നു വന്നിരുന്നു. ടീച്ചറുടെ റിട്ടയർമെൻറ്റ് ലൈഫ് വളരെയധികം സന്തോഷകരമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. മിനി ടീച്ചർ എനിക്ക് ശേഷം സ്കൂളിൽ വന്നു ചേർന്ന ആളാണ്. താൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ അങ്ങേയറ്റം ആത്മാർത്ഥത കാണിക്കുന്നയാളാണ്. എല്ലാ സമയത്തും കുട്ടികളുടെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നയാളാണ് മിനി ടീച്ചർ. രാവോ പകലോ ഭേദമില്ലാതെ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, അതുപോലെ തന്നെ ലിറ്റിൽ കൈറ്റ്, ഏത് സമയത്തും അഡീഷണലായിട്ടുള്ള ഏത് ക്ലാസ് എടുക്കാൻ പറഞ്ഞാലും ഒരു മടിയും കൂടാതെ, ഒരു ബുദ്ധിമുട്ടും കൂടാതെ പൂർണ്ണ മനസ്സോടെ സഹകരിക്കുന്ന ടീച്ചറാണ് മിനി ടീച്ചർ. മിതമായ ഭാഷയും അതേപോലെ തന്നെ കയർത്ത് സംസാരിക്കാത്ത ഒരു വ്യക്തിത്വമാണ്. ഇവിടെ പല മീറ്റിങ്ങുകൾ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഒരിക്കലും ഉയർന്ന ഒരു ശബ്ദം ആ ഭാഗത്തുനിന്ന്, ടീച്ചറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല. അതേപോലെ എപ്പോഴും സമന്വയത്തിലൂടെ കാര്യങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുകയും അപൂർവ വ്യക്തിത്വങ്ങളിൽ, സ്കൂളിലെ പല ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. പെരുമാറ്റത്തിലായാലും എല്ലാവരോടുമുള്ള പെരുമാറ്റം, അതോടൊപ്പം തന്നെ സംഭാഷണം, ഉയർന്ന ശബ്ദം ഇന്ന് വരെ ടീച്ചറുടെ ഭാഗത്തുനിന്ന് നമ്മൾ കേട്ടില്ല. ക്ലാസ് മുറികളിൽ നല്ല ശബ്ദത്തിൽ പഠിപ്പിക്കുന്ന ഒരാൾ, പക്ഷേ സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാകട്ടെ, മീറ്റിങ്ങുകളാകട്ടെ, ഒരു മധ്യമത്തിൽ താഴെയുള്ള സംസാര ശൈലിയാണ് എപ്പോഴും സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അതുപോലെ വ്യക്തമായ നിലപാടുകളുള്ള ഒരാൾ കൂടിയാണ് മിനി ടീച്ചർ. ഏറ്റവും നല്ല ഓർമ്മ എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടമാണ്. നല്ല ഒരു ടെൻഷനും ഇല്ല, നമുക്ക് ഫുൾ കളി, പഠിത്തം, ഇത് മാത്രമേ ഉള്ളൂ. അന്നേരം അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക? പഠിക്കുക, അതിനൊപ്പം കളിക്കുക, അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള ആക്ടിവിറ്റീസ്, നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുക. മിനി ടീച്ചറെ ഞാൻ അറിയാൻ തുടങ്ങിയിട്ട് 25 വർഷം കഴിഞ്ഞു. ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ മിനി ടീച്ചറുണ്ട് അവിടെ.
ഫിസിക്സിൻ്റെ ടീച്ചറായിട്ടാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ ശാന്തമായ ഒരു പ്രകൃതം, അധികം ആരോടും സംസാരിച്ച് അങ്ങോട്ട് കയറി സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഉത്തരക്കാരനായതുകൊണ്ടായിരിക്കാം. എന്തായാലും വളരെ നല്ല കുട്ടികളോടാണെങ്കിലും അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന വിഷയമാണെങ്കിലും ഒക്കെ വളരെ പക്വതയോടുകൂടി പെരുമാറാനുള്ള അവരുടെ ആ ഒരു സ്വതസിദ്ധമായ ഒരു കഴിവ്, അത് വളരെയധികം എന്നെ ആകർഷിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ പെട്ടെന്ന് മിനി ടീച്ചർ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ കണ്ടു. ആ ഒരവസ്ഥ കണ്ടപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം ഞാൻ ടീച്ചറുടെ അടുത്ത് ഞാൻ തിരിച്ച് അതേപോലെ തന്നെ ചോദിച്ചു, ഈ ടീച്ചർക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് ഇത്രയും കാലമായിട്ട്, ഒരുപാട് കാലം വന്ന് 16 വർഷമായിട്ടും ഞാൻ കണ്ടിട്ടില്ല. പെട്ടെന്ന് ഒരു ദിവസം കണ്ടപ്പോൾ നമുക്കും ഒരു അതിശയോക്തി തോന്നി. നമ്മൾ ചോദിച്ചു, ടീച്ചർ ഈ ക്യാരക്ടറും കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ അത് കഴിഞ്ഞ ദിവസം നമ്മളൊരു മീറ്റിങ്ങിൽ ഇത് ഞാൻ പറഞ്ഞപ്പോൾ ടീച്ചർ പറയുകയും ചെയ്തു, ഞാൻ വളരെ ശാന്തമായിട്ടുള്ള സ്വഭാവമാണ്, പക്ഷെ ദേഷ്യപ്പെട്ടാൽ പെട്ടെന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്, അതുകൊണ്ട് ഞാൻ പലപ്പോഴും ദേഷ്യപ്പെടാറില്ല. അതാണ് ടീച്ചറുടെ പ്രകൃതം. കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും കുട്ടികളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും അതിലുപരി നല്ലൊരു അധ്യാപികയായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളൊരു ടീച്ചറാണ്. 2001 ഞാൻ ആ സ്കൂളിൽ വരുമ്പോൾ ടീച്ചർ ഹൈസ്കൂളിലേക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അന്നു മുതൽ ഇന്ന് വരെയും ടീച്ചർ ഒരു വ്യത്യസ്ത രീതിയിലാണ് കണ്ടിട്ടുള്ളത്. കുട്ടികളുടെ എല്ലാ പ്രശ്നങ്ങളിലും കൃത്യമായി ഇടപെടുകയും എന്നാൽ അത്രയ്ക്ക് ടീച്ചർ ഒരു മിതമായിട്ടുള്ള രീതിയിലാണ് എല്ലാം കൈകാര്യം ചെയ്യുക. കൂടുതലായിട്ട് ടീച്ചർ ചൂടാകുകയോ കൂടുതലായിട്ട് ടീച്ചർ അമിതമായിട്ട് ടീച്ചർ അങ്ങനെ ഒരു രോഷാകുലരായി സംസാരിക്കുകയോ ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷേ കുട്ടികളുടെ എല്ലാവരുടെയും ഒരു വേണ്ടപ്പെട്ട ടീച്ചറും സ്കൂളിൽ അതുപോലെ നല്ലൊരു ഫിസിക്സ് ടീച്ചറാകുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളൊരു ടീച്ചറാണ്. ടീച്ചറെ ആദ്യം തന്നെ മനസ്സിൽ ഓർമ്മ വരുന്നത്, കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് നല്ല ശാന്ത സ്വഭാവം, വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരാള്. പിന്നെ ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, ചുങ്കമല്ലത്ത്. ടീച്ചറെ ചേർന്ന് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ചേർന്നത്. UP-യിലായിരുന്നു ടീച്ചർ ഫസ്റ്റ് ചേർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ എന്തൊരു കാര്യത്തിനും നമ്മൾ സംസാരിക്കുകയാണെങ്കിലും എന്തിനും നമ്മുടെ കൂടെ നിൽക്കും. അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ മിനി ഇനി അടുത്ത വർഷം മുതൽ മിനി ഉണ്ടാവില്ല, അത് കഴിഞ്ഞാൽ ഞാനും ഉണ്ടാവില്ല അടുത്തൊരു വർഷം. അപ്പൊ നമ്മള് എന്താ പറയാ, എന്തായാലും ഒരു മിസ്സിങ് ആയിരിക്കും. എന്നിരുന്നാലും മിനിക്ക് ഇനിയുള്ള റിട്ടയർമെന്റ് ലൈഫ് നല്ലൊരു ഹാപ്പി മൊമെന്റ്സ് ആയിരിക്കട്ടെ. മിനി ടീച്ചർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപികയാണ്. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നിൽ അലിയുന്നു ഞാൻ. ടീച്ചർക്ക് എന്നും മധുരകരമായിട്ടുള്ള ഓർമ്മകൾ സമ്മാനിക്കാൻ ടീച്ചർ വിദ്യാലയത്തിലും സഹപ്രവർത്തകർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ ഭാര്യയാണ് മിനി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് CA സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ ഒന്നു ചേർന്ന അന്ന് മുതൽ എനിക്കറിയാമായിരുന്നു ഫുള്ളി ഡെഡിക്കേഷനുള്ള ഒരു വ്യക്തിത്വമാണ്. ഒരു കാര്യം ഏറ്റെടുത്താൽ അതിൻ്റെ എക്സ്ട്രീം എന്ത് വരെ പോയി സക്സസ്ഫുള്ളായിട്ട് അത് കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു മനഃശക്തി അല്ലെങ്കിൽ ഒരു അർപ്പണം പോലെ ഉള്ള വ്യക്തി. സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് എൻ്റെ മോളെ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെയാണ് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷവും ഗൈഡ്സ് അങ്ങനെയുള്ള സ്കൂളിലെ എക്സ്ട്രാ ആക്ടിവിറ്റീസിലൊക്കെ സജീവമായി ഇരുന്ന് പല വിഷമഘട്ടത്തിലും സ്വന്തം വിഷമങ്ങളെ എല്ലാം മറന്ന്
അർപ്പണബോധത്തോടെ സ്കൂളിന് വേണ്ടി പ്രയത്നിക്കുന്ന വ്യക്തി. നീണ്ട 25-ലധികം വർഷം സർവീസോടുകൂടി നമ്മൾ വിരമിക്കുന്ന ഈ വേളയിൽ നമ്മൾക്ക് എല്ലാവിധ ഭാവങ്ങളും. അപ്പോൾ റിട്ടയർമെന്റ് ഇനി വരലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ കുറേ ദിവസം ഞാനും അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം അമ്മ റിട്ടയർ ആവുന്നു എന്ന് പറയുന്ന ഒരു സംഭവം. കാരണം ഞാൻ ജനിച്ച സമയം തൊട്ടാണ് അമ്മ സർവീസിൽ കയറിയത്. അപ്പൊ എൻ്റെ ഓർമ്മയിലും ഞാൻ കണ്ട അമ്മ എന്ന് പറഞ്ഞാൽ രാവിലെ വീട്ടില് ഞങ്ങൾക്കുള്ള ഫുഡ്, അതായത് പണ്ട് ചെറുപ്പത്തില് ഞാൻ കഴിക്കുന്നത് ഏട്ടൻ കഴിക്കില്ല, ഏട്ടൻ കഴിക്കുന്നത് ഞാൻ കഴിക്കില്ല, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഫുഡ്, അത് പോരാതെ വീട്ടിലുള്ള ഫുഡ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അമ്മ ജോലിക്ക് പോകും, വൈകുന്നേരം വരും, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കും. അങ്ങനെ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു കുറവും വരുത്താതെയാണ് അമ്മ എല്ലാം ചെയ്തിട്ടില്ല. സ്കൂളിലെ കാര്യങ്ങളും അതേപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഒരേപോലെ കൊണ്ടുപോയിട്ടാണ് അമ്മ ഇതുവരെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും, അതിപ്പോൾ അച്ഛനായാലും ശരി അമ്മയായാലും ശരി വർക്കിംഗ് ആണെങ്കിലും ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര, അതായത് എൻ്റെ ഓർമ്മയിലുള്ള അമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ ബിസി പേഴ്സൺ ആണ്. അങ്ങനെ ചുമ്മാ ഫ്രീ ആയി ഇരിക്കുന്ന ഒരു സ്വഭാവം അമ്മയ്ക്കില്ല. അപ്പോൾ ഇനി അമ്മ റിട്ടയർമെന്റ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അമ്മയ്ക്ക് അത്ര പ്രായമായി അങ്ങനെ അങ്ങനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, കാരണം ഞാൻ ചെറുപ്പത്തിൽ വീട്ടിലാരും ഇല്ലാണ്ടാവുമ്പോൾ എനിക്ക് ലീവുള്ള ദിവസങ്ങൾ ചിലപ്പോൾ അമ്മയ്ക്ക് വർക്കിംഗ് ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അമ്മയുടെ കൂടെ സ്കൂളിലേക്ക് അമ്മ എന്നെ സ്കൂളിൽ കൂട്ടിയിട്ട് പോകും. അപ്പം എൻ്റെ കുറേയൊക്കെ ചെറുപ്പത്തിൽ കുറേ സമയം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് CA സ്കൂളിലാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ശനിയാഴ്ച, ഞാനന്ന് ചെറുതാണ്, എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ എന്തോ പഠിക്കുകയെന്ന് തോന്നുന്നു. ഒരു ശനിയാഴ്ച അമ്മ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കന്ന് സ്കൂളില്ല. അപ്പൊ അമ്മ എന്നെയും കൊണ്ട് സ്കൂളിൽ കുറച്ചു നേരം, അതായത് എനിക്ക് തോന്നുന്നു വൈകുന്നേരം 12 മണി വരെ എന്തോ ഉള്ളൂ. അപ്പൊ അമ്മ എന്നെയും കൊണ്ട് സ്കൂളിൽ പോയി. അപ്പൊ പണ്ട് ക്ലാസ് റൂമുകളുടെ ഇടയിൽ പാർട്ടീഷനുള്ള ആ ബോർഡായിരുന്നു. അപ്പൊ ആ ബോർഡ് വെച്ചിട്ടുള്ള അപ്പുറത്ത് എന്നെ ഇരുത്തിയിട്ട് അമ്മ ഇപ്പുറത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ അമ്മ മലയാളത്തിൽ വളരെ വിശദീകരിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ ഞാനിതൊക്കെ ഇട്ട്, അപ്പൊ ഞാനന്ന് KVയിൽ ഇങ്ങനെ ഇംഗ്ലീഷ് പറയുന്ന ടീച്ചർമാരുടെ അതിൽ നിന്നൊക്കെ വന്ന് അമ്മ ഈ ക്ലാസ് എടുക്കുന്നതായിട്ടപ്പോ ഞാൻ ഇങ്ങനെയാണോ അമ്മ ക്ലാസ് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ വൈകുന്നേരം വീട്ടിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ ക്ലാസ് പോരാ എന്നൊക്കെ പറഞ്ഞ അമ്മ ഭയങ്കര ക്രിറ്റിസൈസ്. അപ്പൊ അമ്മ എപ്പോഴും പറയും അമ്മയുടെ ക്ലാസ് പോരാന്ന് പറഞ്ഞ ഏക വ്യക്തി ഞാനായിരുന്നു. അപ്പൊ അത് അന്ന് ഞാൻ ചെറുതായിരുന്നു, ഒന്നും എനിക്കറിയായിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് കാണുന്ന അമ്മയുടെ സ്റ്റുഡൻസ് എല്ലാവരും മിൻ ടീച്ചർ എന്ന് എല്ലാവരും പറഞ്ഞ് കുട്ടികൾ വളരെ ഇഷ്ടത്തോടെയും ബഹുമാനത്തോടെയൊക്കെ അമ്മ ട്രീറ്റ് ചെയ്ത് കാണുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നതിലാണ് കാര്യം. അതിപ്പോ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എന്നുള്ളതിലല്ലോ കാര്യം. ഞാൻ ചെറുതായിരുന്നതുകൊണ്ട് അന്ന് അമ്മയോട് അങ്ങനെ പറഞ്ഞാണ്. പക്ഷെ അമ്മയെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ടീച്ചർ. കാരണം അമ്മ പഠിപ്പിച്ച കുട്ടികൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷം അമ്മയെ അന്വേഷിച്ച് ഇന്നും വരുന്നുണ്ട്, അമ്മയെ ഓർത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ബ്ലെസ്സിങ് ഒരു ടീച്ചറുടെ ലൈഫിൽ എന്നുള്ളത്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്, ചുമ്മാ പറഞ്ഞതാണെന്ന് കണക്കാക്കിയാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അമ്മ എപ്പോഴും ഞങ്ങളുടെ ഒരു കാര്യത്തിനും അമ്മ ഒരു കുറവും വരുത്തിയിട്ടില്ല. അപ്പൊ അമ്മ ഇന്ന് വരെയും വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും ബാലൻസ് ചെയ്താണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. കാരണം അത് എല്ലാവർക്കും നടക്കുന്നൊരു കാര്യമല്ല. അതും അമ്മ ഭയങ്കര ഒരു സൂപ്പർ വുമൺ ആയിട്ടാണ് അമ്മ ചെയ്യുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇനി എന്തായാലും അമ്മ എപ്പോഴും പണ്ട് സ്കൂളിലെ കുട്ടികളെ മക്കളെ എന്നൊക്കെ വിളിക്കുന്നത് പോലെ ഇപ്പൊ ഞങ്ങൾ പറയാം അമ്മയുടെ മക്കൾ ചെടികളാണെന്ന് പറയാം. അപ്പൊ ഇനി റിട്ടയർമെന്റ് ലൈഫിൽ അമ്മയുടെ മക്കളായ ചെടികളെയൊക്കെ പരിപാലിച്ച് നല്ല ഹാപ്പിയായി റിലാക്സ് ചെയ്ത് കുറെ യാത്രകളൊക്കെ ചെയ്ത് ഹാപ്പിയായി ഇരിക്കാൻ പറ്റട്ടെ. ബൈ. അമ്മയുടെ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയും CA സ്കൂളുമായിട്ടുള്ളൊരു ജേണിയുടെ ഒരു പിക് സ്റ്റോപ്പോ അല്ലെങ്കിൽ ഒരു എൻഡിങ്ങോ ഫീലാണ് ഫീൽ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ലെഗസി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിലെ മുത്തശ്ശൻ മുതൽ CA സ്കൂളുമായിട്ടുള്ള ലെഗസിയാണ്. മുത്തശ്ശൻ അവിടെ ജോലി ചെയ്തു, അതിനുശേഷം അപ്പച്ചി അവിടെ പഠിച്ചു, പിന്നെ അച്ഛൻ അവിടെ പഠിച്ചു. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം അമ്മ അവിടെ ജോയിൻ ചെയ്തു. പിന്നെ ഒരു 27 കൊല്ലത്തെ സർവീസാണ് അവിടുത്തെ. ഇത് ഞാൻ കരുതുന്ന ഒരു പിക് സ്റ്റോപ്പോ അല്ലെങ്കിൽ ഒരു ജേണിയുടെ എൻഡിങ്ങോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മയുടെ സ്കൂളുമായിട്ടുള്ള അമ്മയുടെ ഡെഡിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അമ്മ എങ്ങനെ ഈ ഫാമിലി ലൈഫും വർക്കും ബാലൻസ് ചെയ്യണമെന്നുള്ളത് മനസ്സിലായിട്ടില്ല. കാരണം ഞങ്ങളെ കൊണ്ട് അതുപോലെ സാധിക്കും എന്നുള്ളത് സംശയമാണ്. കാരണം ചെറുപ്പത്തിൽ ഞാനായാലും എൻ്റെ നിത്യായാലും ഭയങ്കര
ഫുഡ് ഓറിയൻറ്റഡ് ആയിരുന്നു. അവളെക്കാട്ടിലും കൂടുതൽ ഞാനായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് പ്രത്യേകം ചൂടോടെ ഭക്ഷണം വേണം, ഇന്ന ഭക്ഷണം തന്നെ കഴിക്കും, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതൊക്കെ അമ്മ ഓവർകം ചെയ്ത് രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം വെച്ച് സ്കൂളിൽ പോയി വർക്ക് കഴിഞ്ഞ് തിരിച്ച് വന്ന് വൈകുന്നേരം വന്ന് ചായ ഇട്ട് ഡിന്നർ പ്രിപ്പയർ ചെയ്ത്, അത് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ എന്തെങ്കിലും വർക്ക് പെൻഡിങ് ഉണ്ടോ, നോട്ട്സ് പ്രിപ്പയർ ചെയ്യണ്ടോ, അതൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ 10 കൊല്ലമായിട്ട് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം കൈറ്റ്സിൻ്റെയും എന്താ പറയുക കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് അതെങ്ങനെ പഠിച്ച് അത് ഈ പ്രായത്തിൽ എങ്ങനെ ഈ റോബോട്ടിക്സും അതുപോലെ ഈ കോഡിങ്ങും അതൊക്കെ പഠിച്ച് എങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അടുത്തത്. ആ ഡെഡിക്കേഷനെ കാണുമ്പോൾ അറിയില്ല എങ്ങനെ ഇതൊക്കെ ഈ പ്രായത്തിലും പറ്റും എന്നുള്ളത്. കാരണം വെച്ചാൽ ഞാനിപ്പോൾ കൂടി കണ്ടേ ഉള്ളൂ, കഴിഞ്ഞ കൊല്ലം കൂടി പല കാര്യങ്ങളിലും ഡെഡിക്കേറ്റഡായി ഈ സ്കൂൾ IT വിഭാഗം അല്ലെങ്കിൽ കൈറ്റ്സിന് വേണ്ടി പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ അമ്മയും കുട്ടികളും തമ്മിലുള്ള റാപ്പ് എന്ന് പറയുന്നത് എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്നെക്കാളും മൂത്തതും പിന്നെ എൻ്റെ ഒപ്പം ഉള്ളവരും പിന്നെ എന്നെക്കാളും പ്രായം കുറഞ്ഞ പലരുമായിട്ട് എനിക്കറിയാം. കാരണം എൻ്റെ കൂട്ടുകാരടക്കം അമ്മയുടെ സ്റ്റുഡൻസ്, എനിക്കാവാൻ പറ്റിയിട്ടില്ലെങ്കിലും അവരടക്കം പഠിച്ചു. അവർ പറയുമ്പോഴറിയാം ടീച്ചർ എന്ന് പറയുമ്പോൾ എത്രത്തോളം അവർക്ക് വാല്യുബിൾ പേഴ്സൺ ആണെന്ന്. ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ഇന്നിപ്പോൾ പള്ളി നേർച്ച കഴിഞ്ഞാൽ അടുത്ത ദിവസം പള്ളിയിൽ പോകണമെന്ന് വെച്ചു. ഇവിടുന്ന് 10 മിനിറ്റ് നടന്ന പള്ളി എത്തും, പക്ഷേ ഇവിടുന്ന് മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും എടുക്കും. കാരണം എന്ന് വെച്ചാൽ പോകുന്ന വഴിയിൽ മൊത്തം സ്റ്റുഡൻസാണ്. ഇവർ കാണുമ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ അടുത്ത് വരും. അവരുടെ അഫക്ഷനും അവരെ എങ്ങനെ അമ്മയോട് സംസാരിക്കണമെന്നൊക്കെ കാണുമ്പോൾ അമ്മ ചെയ്തൊരു 27 ഇയേഴ്സ് ഓഫ് അമ്മയുടെ എഫേർട്ട്, അമ്മയുടെ ആ ജീവിതത്തിലെ മുക്കാൽ സമയം അമ്മ നല്ല രീതിയിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് അമ്മയ്ക്കൊരു നല്ലൊരു പേര് കുട്ടികളുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു ഫീലാണ്. നമുക്കൊരു പ്രത്യേക ഒരു പ്രൗഡ് ഫീലാണ്. നമ്മൾ അവരോട് ടീച്ചറുടെ മകൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുമ്പോൾ അത് എക്സ്ട്രാ ഓർഡിനറി ഫീൽ. സോ ഹാപ്പി റിട്ടയർമെന്റ് അമ്മ. ഞങ്ങളുടെ ഒരു സാൻസ്ക്രിറ്റ് ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ ശ്ലോകം പഠിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല തല്ല് തന്നെയായിരുന്നു. പക്ഷേ ഇന്നും ആ പഠിച്ച ശ്ലോകം ഓർമ്മയുണ്ട്. la 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 la